وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനും നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിക്കുന്ന ആയത്തുകൾക്കനുസൃതമായി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, അഹ്ലുൽ ഖുർആനിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, 79-ാം അധ്യായമായ സൂറത്തുൻ നാസിആത്താണ് നാം പഠിക്കുന്നത്. അതിലെ 41 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സോടുകൂടെ സൂറത്തുൻ നാസിആത്ത് അവസാനിക്കുകയാണ്. അവസാനത്തെ 5 ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, എല്ലാത്തിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അന്ത്യനാളാണെന്നും അന്ത്യനാളാകുന്ന ഖിയാമത്ത് നാളാകുന്ന ആ വലിയ മഹാവിപത്ത് ലോകത്തെ മുഴുവനും ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും, എല്ലാം തകിടം മറിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ അന്ന് മനുഷ്യൻ എല്ലാ കാര്യങ്ങൾ മറന്നാലും, എന്ത് തന്നെ അവൻ മറന്നാലും, ദുനിയാവിൽ നിന്ന് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ, അവൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് കൃത്യമായി അവന്റെ മനസ്സുകളിലേക്ക് ഓർമ്മ വരുന്ന, അതിനെ ഓർക്കേണ്ടി വരുന്ന ദിവസമാണത് എന്ന് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി. മാത്രവുമല്ല, നരകം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇപ്പോഴേ നരകത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്ത് കൊണ്ടും കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാകുന്ന നരകത്തെ കൃത്യമായി അതിൻ്റെതായ ആളുകൾക്ക് അത് കാണുവാൻ വേണ്ടി, അവരെ കാണിക്കുവാൻ വേണ്ടി അത് വെളിക്ക് കൊണ്ടുവരികയും അത് പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യും എന്ന് അല്ലാഹു തആല താക്കീത് നൽകിയിട്ട്, ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, ആ കത്തിജ്വലിക്കുന്ന നരകമെന്ന ആ സങ്കേതത്തിന്റെ വാക്താക്കളായി മാറുക 2 അടയാളങ്ങൾ ഉള്ളവരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന്, യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ അവനാണ്. അല്ലാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും അനുസരിക്കാതെ ജീവിതത്തെ തോന്നിയതുപോലെ ജീവിച്ചു നടക്കുന്ന അതിരുവിട്ട ആളുകൾ. രണ്ടാമത്തേത്, വആസറൽ ഹയാത്തദ് ദുനിയ, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, പരലോക ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സമയവും സന്ദർഭവും ആരോഗ്യവും ആയുസ്സുമൊക്കെ ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ആ ദുന്യവിയായ ജീവിതത്തിന്, നൈമിഷികമായ ഈ ജീവിതത്തിന്റെ പളപളപ്പുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ദുന്യവിയായ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തവർ
ഈ രണ്ട് അടയാളങ്ങൾ ഉള്ളവർക്ക് നരകമാണ്, ആ നരകമായിരിക്കും അവരുടെ സങ്കേതം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ രണ്ട് അടയാളങ്ങൾ ഉള്ളവർ അവർക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവന് സ്വർഗം തന്നെയാണ് സങ്കേത സ്ഥാനം എന്നും അല്ലാഹു പറഞ്ഞു. സ്വർഗം സങ്കേത സ്ഥാനമാകുന്നവരുടെ അടയാളങ്ങൾ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ഭയപ്പാടോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവ, മനസ്സിനെ ഇച്ഛകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. ഈ രണ്ടടയാളങ്ങൾ ഉള്ളവർക്ക് സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുക, ഒന്നാമത്തെ വിഭാഗത്തിലും അതിന്റെ ലക്ഷണങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 42-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അവരുടെ സമൂഹത്തെ ഉണർത്തിയിട്ടുള്ള വിഷയമാണ് അന്ത്യനാളുണ്ട് കൂട്ടരെ. ആ അന്ത്യനാളിനെ കുറിച്ച് കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തും. അതിനെക്കുറിച്ചുള്ള ശക്തമായിരിക്കുന്ന താക്കീതുകൾ നടത്താറുണ്ട്. എന്നാൽ പരലോക നിഷേധികളാകുന്ന ആളുകൾ എന്നാണ് മുഹമ്മദിന് ഈ പറയുന്ന ഈ അന്ത്യനാൾ ഉണ്ടാവുക, എപ്പോഴാണത് വരിക എന്ന് പരിഹാസത്തോടുകൂടെ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടുത്ത ആയത്തിൽ തുടർന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. യസ്അലൂനക, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ. നബിയെ, അവർ അഥവാ അവിശ്വാസികളാകുന്ന മുശ്രിക്കുകളാകുന്ന ആളുകൾ നിന്നോട് ചോദിക്കുന്നു. എന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ചാണ് അവരുടെ ചോദ്യം. അന്ത്യനാളിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അയ്യാന മുർസാഹ, അയ്യാന ഏത് അവസരമാണ്, മുർസാഹ അതിന്റെ സ്ഥാപനം ഉണ്ടാവുക. അന്ത്യനാള് എന്നാണ് മുഹമ്മദേ ഉണ്ടാവുക, അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് നബിയെ ആ അവിശ്വാസികളാകുന്ന ആളുകൾ പരിഹാസത്തോടുകൂടെ നിന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഫീമ അൻത മിൻ ദിക്റാഹാ, ഫീമ ഏതു നിലയിലാണ്, അൻതാ നീ ഉള്ളത്, എന്തിലാണ്, അൻതാ നീ മിൻ ദിക്റാഹാ അതിനെക്കു സംബന്ധിച്ച് പറയാൻ, അതിനെക്കുറിച്ച് പറയാൻ എന്ത് നിലപാടാണ് നിനക്കുള്ളത് നബിയെ? അതിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീയുള്ളത്? നബി തങ്ങളോട് അല്ലാഹു തആല ചോദിക്കുക. അവർ നിന്നോട് ചോദിക്കും അന്ത്യനാളിനെ കുറിച്ച്. പക്ഷേ ഏതൊരു ആ പ്രസ്താവനയെ കുറിച്ച് അതിന് മറുപടി കൊടുക്കാൻ ഏതൊരു നിലയിലാണ് നബിയെ നീയുള്ളത്? അഥവാ നബിയെ, നിനക്കതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടല്ലോ, ഒന്നും നിനക്കറിയില്ലല്ലോ എപ്പോഴാണ് ഉണ്ടാവുക എന്ന്. അതിനെക്കുറിച്ച് കൃത്യമായി ഒന്നും നിനക്കറിയില്ലല്ലോ നബിയെ. ഇലാ റബ്ബിക മുൻതഹാഹാ, ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്കാണ്, മുൻതഹാഹാ അതിന്റെ ചെന്നവസാനിക്കൽ. ആ സാഅത്തിനെ കുറിച്ചുള്ള വിജ്ഞാനത്തിന്റെ അവസാനം ചെന്നെത്തുക ആരിലേക്കാണ്? ഇലാ റബ്ബിക നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അതിന്റെ അവസാനം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമേ അന്ത്യനാള് എന്നാണ് എന്ന് അറിയുകയുള്ളൂ എന്നർത്ഥം. ഇലാ റബ്ബിക മുൻതഹാഹ, നിന്റെ റബ്ബിങ്കലേക്കാണ് ആ പ്രസ്താവനക്കുള്ള മറുപടിയുടെ കലാശമുണ്ടാവുക, അതിന്റെ അവസാനമുണ്ടാവുക. ആരിലാണ്? അള്ളാഹുവിങ്കലാണ്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, ഇന്നമാ അൻത തീർച്ചയായും മുഹമ്മദ് നബിയെ നീ, മുൻദിർ നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്, നീ ഒരു താക്കീതുകാരൻ മാത്രമാണ്. മൻ യഖ്ശാഹാ അതിനെ ഭയപ്പെടുന്നവർക്ക്, തീർച്ചയായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നബിയെ നീ. അല്ലാത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. എന്നാൽ മരിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും പരലോകത്ത് എത്തിപ്പെടേണ്ടി വരുമെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും ഞാൻ ചെയ്തിട്ടുള്ള എന്റെ കർമ്മങ്ങൾ മുഴുവനും അവിടെ ഹാജരാക്കപ്പെടുമെന്നും ആ പ്രവർത്തനങ്ങളെ മുഴുവനും ഞാൻ നോക്കിക്കാണേണ്ടി വരുമെന്നും കൃത്യമായ വിചാരണ ഹിസാബ് അവിടെ ഉണ്ടാകുമെന്ന് അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ആൾക്ക് ഇന്നമ അൻത മുൻദിർ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു നബിയെ. ഞാൻ എന്ത് പറയുന്നു ആ പറയുന്ന കാര്യം അവർക്ക് അറിയിച്ചു കൊടുക്കുക, അതെത്തിച്ചു കൊടുക്കുക, അത് പറഞ്ഞു കൊടുക്കുക. ആ താക്കീതുകൾ അവർക്ക്, ആ സന്ദേശം അവർക്ക് കൈമാറുക എന്ന
ആ ഒരു ഡ്യൂട്ടി മാത്രമേ നബിയെ നിനക്കുള്ളൂ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. അള്ളാഹു അന്ത്യനാളിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നബിയെ നീ. കഅന്നഹും യൗമ യറൗനഹാ, കഅന്നഹും അവർ ആകുന്നു എന്ന പോലെ ഇരിക്കും, അവർ എന്ന പോലെ ഇരിക്കും. ഏതുപോലെ? യൗമ യറൗനഹാ, അതിനെ അവർ കാണുന്ന ദിവസം. യൗമ ദിവസം, യറൗന അവർ കാണും, ഹാ അതിനെ. ആ യൗമു ത്വാമ്മ എന്നല്ലാഹു പറഞ്ഞില്ലേ, അതികഠിനമായ ദിവസം. അതികഠിനമായ ദിവസം, എല്ലാത്തിനെയും അടക്കി ജയിക്കുന്ന ആ വിപത്ത്, ആ ദിവസം. യൗമ യറൗനഹ, ആ ദിവസത്തിനെ അവർ കാണുന്ന ദിവസം. ലം യൽബസൂ, അവർ കഴിഞ്ഞുകൂടിയിട്ടില്ല, അവർ താമസിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നിപ്പോകും. ആ അന്ത്യനാളിന്റെ ഭയാനകതയും അതിന്റെ വിഹ്വലതയും അതിന്റെ അതിശക്തമായിരിക്കുന്ന ആ ഒരു അവസ്ഥ അവര് കണ്ടാൽ, മനുഷ്യരാകുന്ന ഞാനും നിങ്ങളൊക്കെ കണ്ടാലേ ഏതുപോലെയാണ് നമ്മുടെ മനസ്സുണ്ടാവുക? ഏതായിരിക്കും നമ്മുടെ അവസ്ഥ? ലം യൽബസൂ, അവര് താമസിച്ചിട്ടേ ഇല്ല എന്നവർക്ക് തോന്നിപ്പോകും. ദുനിയാവിൽ അവര് താമസിച്ചിട്ടേ ഇല്ല എന്നാണ് തോന്നിപ്പോവുക. എത്രയല്ലാതെ ഇല്ല ആശിയാം, ഒരു വൈകുന്നേരമല്ലാതെ, ഒരു വൈകുന്നേരം അല്ലാതെ അവര് താമസിച്ചിട്ടില്ല എന്നതുപോലെയായിരിക്കും അവരുടെ അവസ്ഥ ആ ദിവസം. ഔ ളുഹാഹ, അല്ലെങ്കിൽ കുറച്ച് രാവിലെ ഒരു ഇളയിച്ച സമയം, കുറഞ്ഞ സമയം മാത്രം അവർ താമസിച്ചതുപോലെയായിരിക്കും അവരുടെ മാനസികമായ അവസ്ഥ, ആ ഭയാനകത കണ്ടാൽ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ അല്ലെങ്കിൽ അതിന്റെ പൂർവാഹ്ന സമയമോ അല്ലാതെ അവർ ഭൗതികമായ നൈമിഷികമായ ഈ ദുനിയാവിൽ അവർ കഴിഞ്ഞു കൂടിയിട്ടില്ല എന്നതുപോലെയായിരിക്കും അവരുടെ അവസ്ഥ. അത്രക്കും ഭയാനകരമായിരിക്കും, അത്രയും ഭയാനകരമായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ചു നോക്ക്. 50 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചവൻ, അള്ളാഹുവിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചവർ, അടിച്ചു പൊളിച്ച് ജീവിച്ചവർ, എല്ലാ നിലക്കും എല്ലാ നിഅമത്തുകളും വാരിക്കോരി കിട്ടിയവർ, ആ പരലോകത്തിൽ ആ അന്ത്യനാളെന്ന ആ ഭയാനകരമായ അതിവിഫലമായ ആ അവസ്ഥയങ്ങ് കണ്ടാൽ 50 കൊല്ലം ജീവിച്ചവർ, 60 കൊല്ലം ജീവിച്ചവർ, 70 കൊല്ലം ജീവിച്ചവർ, 100 കൊല്ലം ജീവിച്ചവർ, അതിനേക്കാളും കൂടുതൽ ജീവിച്ചവർ, അല്ലേ? മറ്റു പല സമൂഹങ്ങളും 900, 800, 700 വർഷങ്ങൾ ജീവിച്ച ആളുകളുണ്ട്. എത്ര കൊല്ലം ജീവിച്ചവരാണെങ്കിലും ആ അന്ത്യനാളിന്റെ ഭയാനകത കാണുമ്പോ, ഭൗതികമായ ജീവിതത്തിൽ ഞങ്ങൾ 500 കൊല്ലം ജീവിച്ചിട്ടില്ല, ഞങ്ങൾ 50 കൊല്ലം ജീവിച്ചിട്ടില്ല, ഞങ്ങൾ 40 കൊല്ലം ജീവിച്ചിട്ടില്ല, ഏതോ ഒരു ദിവസത്തിന്റെ വൈകുന്നേരം കുറച്ച് സമയം മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും രാവിലെ സമയത്തിന്റെ വളരെ തുച്ഛമായ സമയങ്ങൾ മാത്രമേ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നിപ്പോകും. അത്രയും ഭയാനകരമായിരിക്കും ആ ദിവസം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശക്തമായിരിക്കുന്ന താക്കീത് നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ മഹനീയമായ സന്ദേശമുണ്ട്. എന്താണത്? ഒരിക്കലും അല്ലാഹു തആല പറഞ്ഞ ഈ അന്ത്യനാളിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ യൗമുൽ ആഖിറയെ കുറിച്ചോ ഒരു സംശയത്തിന്റെ ലെവലേശം പോലും നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന മഹനീയമായിരിക്കുന്ന പാഠമാണ് ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ എന്നാണ് ഉണ്ടാവുക എന്ന് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന പാഠമാണ്. അള്ളാന്റെ റസൂലിന് എല്ലാ കാര്യങ്ങളും അറിയില്ല. അമ്പിയാക്കളിൽ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പോലും അന്ത്യനാളിന്റെ ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്. പക്ഷേ കൃത്യമായി അതിന്റെ ഡേറ്റ് എപ്പോഴാണ് അത് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ ലോകത്തൊരാൾക്ക് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അവൻ ആർക്കും അറിയിച്ചു കൊടുക്കാത്തതുമായ പരമരഹസ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്നത്.
അതുകൊണ്ടാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ അതിന്റെ അവസാനം ചെന്നെത്തുക, മുൻതഹാഹ, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഏറ്റവും അവസാനം അവർ ചെന്നെത്തുക അത് അള്ളാഹുവിലായിരിക്കും, നിന്റെ നാഥനിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു, അവരോട് പറയാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് തിരുമേനി അതിനെക്കുറിച്ച് താക്കീത് നൽകുന്നു എന്ന് മാത്രം. എത്ര ഓർമ്മിപ്പിച്ചിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും തിരിഞ്ഞു കളയുന്ന, വീണ്ടും വീണ്ടും പരിഹാസത്തിന്റെ കുത്തുവാക്കുകൾ മാത്രം പറയുന്ന ആളുകളോട് താക്കീത് ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ ഭയപ്പെടുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുക ആരാണ്? മയ്യഖ്ഷ, ആ ദിവസത്തെ പേടിക്കുന്നവരാണ്. മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കേണ്ടി വരും എന്ന പേടിയുള്ളവരാണ്. ആ അന്ത്യനാളിലെ പരലോകത്തിന് വേണ്ടി, ആ ദിവസത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അന്ത്യനാൾ എന്നാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പരിഹാസത്തോടുകൂടി അവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത്. മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ, നബിയെ അന്ത്യസമയത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബീ, എന്നാണത് സംഭവിക്കുക, ഏത് സമയത്താണ് എന്ന് പറയണം എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു നബിയേ. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ, തീർച്ചയായും അതിന്റെ അറിവ് എന്റെ റബ്ബിന്റെ പക്കൽ മാത്രമാണ്. സഖുലത് ഫിസ്സമാവാതി വൽ അർളി ലാ തഅതീകും ഇല്ലാ ബഗ്താം, അതിന്റെ സമയത്ത് അവനല്ലാതെ ആരും അതിനെ വെളിപ്പെടുത്തുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. ആകാശങ്ങളിലും ഭൂമിയിലും അത് വളരെ ഭാരിച്ചതായിരിക്കുന്നതാണ്. അതേ പ്രകാരം ലാ തഅതീകും ഇല്ലാ ബഗ്താ, പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ, നബിയെ നീ അതിനെക്കുറിച്ച് കിണഞ്ഞ് അന്വേഷിച്ചറിഞ്ഞവനാണെന്ന വിധം അവർ നിന്നോട് ചോദിക്കുന്നു. അതിനെക്കുറിച്ചെല്ലാം നീ കൃത്യമായി പഠിച്ചവനാണ് എന്ന വിധത്തിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. നബിയെ അത് ചോദിക്കുന്ന ആളുകളോട് നീ കൊടുക്കേണ്ട മറുപടി, ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, തീർച്ചയായും അതിന്റെ അറിവ് അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു, എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അത് അറിയുന്നില്ല. ഒന്നുകൂടെ ഇവിടെ സൂറത്തുൻ നാസിആത്തിൽ ചുരുക്കിയാണ് അല്ലാഹു പറഞ്ഞതെങ്കിൽ സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല അല്പം വിശദമാക്കി തന്നെ ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എക്കാലത്തുമുള്ള ആളുകൾ, എക്കാലത്തുമുള്ള അവിശ്വാസികളായ നിരീശ്വരവാദികളാകുന്ന ആളുകൾ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിക്കുന്ന തൗഹീദിനെ കുറിച്ചാണ്. അതേ പ്രകാരം പരലോക ജീവിതത്തോട് ബന്ധപ്പെട്ട അന്ത്യനാളിലുമാണ് ഏറ്റവും കൂടുതൽ അവിശ്വാസികൾക്ക് നിഷേധം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു അന്ത്യസമയം ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പരിഹാസ രൂപത്തിലും നിഷേധ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എപ്പോഴും അവർ ചോദിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഇതിനുള്ള മറുപടിയാണ് സൂറത്തുൻ നാസിആത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യവും മറുപടിയും വിശുദ്ധ ഖുർആനിൽ പല ഇടങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അന്ത്യസമയം എപ്പോഴാണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ലെന്നും അതിനാൽ അതിന് അവൻ ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോഴായിരിക്കും അത് സംഭവിക്കുക. അത് വെളിപ്പെടുത്തുന്നതിൽ മറ്റാർക്കും ഒരു പങ്കും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസർ ഔ ഹുവ അഖറബ് എന്ന് അല്ലാഹു പറയുന്നു. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെയല്ലാതെ ഇല്ല, അല്ലെങ്കിൽ അത് കൂടുതൽ അടുപ്പം വേഗതയുള്ളതാകുന്നു. കണ്ണിമ വെട്ടാൻ എത്ര സമയം വേണോ അത്രയും സമയം ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ച് സമയം. അന്ത്യസമയം നിലവിൽ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നുണ്ടാകുന്ന
ഭയാനകരമായ പല അവസ്ഥകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തുടർന്നുള്ള സൂറത്തുകളും ഇതുമായി, അന്ത്യനാളുമായി, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ, നാം പഠിക്കുന്ന വിഷയങ്ങളെ ഏത് സമയവും ആ പരലോകത്തിന്റെ, ആ ജീവിതത്തിന്റെ സന്തോഷത്തിനും സുഖത്തിനും സ്വർഗപ്രവേശനത്തിനും വേണ്ടി നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വുജൂബാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈ വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുവേ, പാപികളായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരും രോഗികളാണ്, പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ പല വേദനകളുമുള്ള ആളുകൾ ഞങ്ങളുടെ സനാബിൽ എന്ന ഈ ഖുർആൻ പഠന ഗ്രൂപ്പിലെ ഞങ്ങളുടെ ഈ കുടുംബത്തിലുണ്ട് റബ്ബേ. എല്ലാവരെയും നിനക്കറിയാം. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയവരാണ്. എല്ലാവരുടെയും ഊരും പേരും മനസ്സും ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം അറിയുന്ന റബ്ബേ, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളെ ഒരു നിലക്കും നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും സ്വാലിഹായ സന്താനങ്ങളെയും ഇണകളെയുമാക്കി മാറ്റണം റഹ്മാനെ. സന്തോഷത്തോടെ സ്വർഗീയ ഭവനത്തിൽ ഒത്തുചേരുവാൻ ഞങ്ങൾക്കൊക്കെയും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സനാബിൽ എന്ന ഈ ഖുർആൻ പഠനം മറ്റുള്ള ആളുകളിലേക്ക് നിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദുന്യവിയായ യാതൊരു ചിന്തയും ഞങ്ങളുടെ മനസ്സുകളിൽ ഇല്ല അല്ലാഹുവേ, ഒരു ചിന്തയുമില്ല. നിന്റെ ഖുർആൻ മറ്റുള്ളവർ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും അല്പമെങ്കിലും ലോകമാന്യതയോ ഭൗതികമായ ഏതെങ്കിലും ആഗ്രഹങ്ങളോ ചിന്തകളോ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് നീ ഇട്ടു തരരുത് റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.